നടൻ സെയ്ഫ് അലി ഖാന്റെ പട്ടോടി കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള 15,000 കോടി രൂപയുടെ സ്വത്ത് മധ്യപ്രദേശ് സർക്കാർ ഏറ്റെടുത്തേക്കും. ഭോപ്പാലിലെ കോഫെ ഫിസ മുതൽ ചിക്ലോദ് വരെ വ്യാപിച്ചു കിടക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള സ്വത്തുവകകളാണ് ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. 1968 എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരമാണ് നീക്കം. കേസിൽ സെയ്ഫിന് അനുവദിച്ച സ്റ്റേ ഹൈക്കോടതി നീക്കിയതോടെയാണ് ഏറ്റെടുക്കൽ നടപടി സർക്കാർ തുടങ്ങിയത്. ബോളിവുഡ് താരം സെയ്ഫ് അലി ഖാൻ അനന്തരാവകാശിയായ പട്ടൌഡി കുടുംബത്തിന്റെ 15,000 കോടി വിലമതിക്കുന്ന സ്വത്തുവകകളാണ് മധ്യപ്രദേശിലെ ഭോപ്പാലിലേത്. 2014 എനിമി പ്രോപ്പർട്ടി ആക്ട് ഭേദഗതി നിയമപ്രകാരം ഈ സ്വത്ത് ഏറ്റെടുക്കുന്നതിനായി മധ്യപ്രദേശ് സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു. വിഭജനത്തോടെ ഇന്ത്യയിൽ നിന്ന് പാകിസ്ഥാനിലേക്ക് പോയി പൗരത്വം നേടിയവരുടെ ഇന്ത്യൻ സ്വത്തുവകകളാണ് ഈ നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. 2015 സർക്കാർ തീരുമാനത്തിനെതിരെ സെയ്ഫ് അലി ഖാൻ മധ്യപ്രദേശ് ഹൈക്കോടതിയെ സമീപിച്ച് ഈ നീക്കത്തിനെതിരെ സ്റ്റേ നേടിയിരുന്നു. എന്നാൽ 1968 എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ഹൈക്കോടതി സ്റ്റേ നീക്കിയതോടെ സ്വത്ത് ഏറ്റെടുക്കാനുള്ള നീക്കം മധ്യപ്രദേശ് സർക്കാർ വീണ്ടും തുടങ്ങിയത്. സെയ്ഫ് അലി ഖാൻ ബാല്യകാലം ചെലവഴിച്ച ഫ്ലാഗ് സ്റ്റാഫ് ഹൗസ്, നൂർ ഉസ ബാഗ് പാലസ്, ദാറുസലാം ഹബീബി ബംഗ്ലാവ്, അഹമ്മദാബാദ് പാലസ്, കോഫെ ഫിസ പ്രോപ്പർട്ടി തുടങ്ങിയവയാണ് സർക്കാർ ഏറ്റെടുക്കാൻ ഒരുങ്ങുന്നത്. ഭോപ്പാൽ നവാബായിരുന്ന ഹാമിദുല്ല ഖാന്റെ 3 പെൺമക്കളിൽ ആദ്യത്തെ മകളായ ആബിദ സുൽത്താൻ 1950 പാകിസ്ഥാനിലേക്ക് കുടിയേറിയിരുന്നു. ഇന്ത്യയിൽ തുടർന്ന രണ്ടാമത്തെ മകൾ സാജിദ സുൽത്താനെ നവാബ് ഇഫ്തിഖാർ അലി ഖാൻ പട്ടൌഡി വിവാഹം ചെയ്തു. ഇതോടെ സാജിദയ്ക്കായി സ്വത്തിന്റെ ഉടമസ്ഥാവകാശം. സാജിദയുടെ പേരക്കുട്ടിയാണ് സെയ്ഫ് അലി ഖാൻ. സ്വത്തിന്റെ ഒരു ഭാഗം പാരമ്പര്യമായി സെയ്ഫിനാണ്. പട്ടൌഡി കുടുംബ പരമ്പരയിലെ ഇപ്പോഴത്തെ അനന്തരാവകാശിയും സെയ്ഫ് അലി ഖാനാണ്. ആബിദ സുൽത്താൻ പാകിസ്ഥാനിലേക്ക് പോയത് ചൂണ്ടിക്കാട്ടി മധ്യപ്രദേശ് സർക്കാർ എനിമി പ്രോപ്പർട്ടി അഥവാ ശത്രു സ്വത്തായി ഇവയെല്ലാം പ്രഖ്യാപിച്ചു. 2019 സാജിദ സുൽത്താനെ നിയമപരമായ സ്വത്തവകാശിയായി കോടതി അംഗീകരിച്ചെങ്കിലും സ്വത്ത് ഏറ്റെടുത്ത് പാട്ടത്തിന് നൽകുന്ന നടപടികളുമായാണ് ഇപ്പോൾ സർക്കാർ മുന്നോട്ടു പോകുന്നത്. സെയ്ഫിന്റെ അപ്പീലിന്മേലുള്ള സ്റ്റേ ഹൈക്കോടതി നീക്കിയതും നടപടികൾ എളുപ്പത്തിലാക്കി. 72 വർഷമായുള്ള ഈ സ്വത്ത് തർക്കത്തിലെ നിയമവശം പരിശോധിച്ചു വരികയാണെന്ന് ഭോപ്പാൽ കളക്ടർ കൗശലേന്ദ്ര വിക്രം സിംഗ് പറഞ്ഞു. എന്നാൽ ഈ ഭൂമിയിലുള്ള കെട്ടിടങ്ങളിൽ പാട്ടത്തിനും മറ്റും താമസിക്കുന്ന 1.5 ലക്ഷത്തോളം കുടുംബങ്ങളെ സർക്കാർ തീരുമാനം ബാധിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.